കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം. രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അത് ശ്രീരത്ത് പുഞ്ചിരിച്ച് നിൽക്കാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിലെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്തൊരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. വലത് കൈയിൽ ഓടക്കുഴലുണ്ട്, താമരയുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി. കിരീടത്തിന്മേൽ 3 തിരുമുടി മാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. അവർക്കെല്ലാവർക്കും സന്തോഷത്തിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 ഓടിപ്പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക. കണ്ണൻ അത് കേൾക്കും, കേൾക്കാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ ഒക്കത്തൊക്കെ കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കാം. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ഉപാസിക്കണം. അതുമാത്രം പോരാ, നമ്മുടെ വരും തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കുകയും ചെയ്യണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ഇന്ന് തന്നെ ജപിച്ചു തുടങ്ങിക്കോളൂ ഈ നാമത്രയ മന്ത്രം. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.